ഹലോ. ഓണത്തിൻ്റെ തിരക്കെല്ലാം മാറി വന്ന ശേഷം അടുത്ത ഓർഡർ വർക്കിൻ്റെ കുറച്ച് മെറ്റീരിയൽ എടുക്കാനായിട്ട് പോകാനിരിക്കുമായിരുന്നേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ നമുക്ക് മെറ്റീരിയൽ എടുക്കാനുള്ളതൊക്കെ ഒന്ന് ഒരു ലിസ്റ്റാക്കി എഴുതി എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഈ ഓർഡറൊക്കെ കൺഫേം ആയിട്ടുള്ളതൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ഡയറിയിൽ കുറിച്ചിട്ടിട്ട് ആ ഒരു ഡയറിയും കൊണ്ടിട്ടാണ് ഞാൻ പോകാറുള്ളത്. അപ്പം നമ്മൾ ഓരോന്ന് എടുക്കണ അനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൂടി ഇടുകയെന്നുണ്ടെങ്കിൽ ഒന്നും മറന്നും പോകില്ലല്ലോ. അങ്ങനെ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാനായിട്ടിരുന്നേ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഇന്ന് ചപ്പാത്തിയും പരിപ്പ് കറിയാട്ടം ഉണ്ടാക്കിയത്. പിന്നെ ഹസ്ബൻഡ് ഇന്ന് വണ്ടിയോട്ടം പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ ഇതുപോലെ ഒന്നിച്ചിരുന്നേ ഭക്ഷണം കഴിക്കാറുള്ളേ. പിന്നെ രാവിലെ പോകേണ്ടതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ടാ. ഇപ്പം ഞങ്ങൾ 3 പേരും മാത്രമാണ് വീട്ടിലുള്ളത്. മൂത്താൾ നേഴ്സിംഗ് പഠിക്കണോണ്ടിട്ട് അയാൾ ഹോസ്റ്റലിലാട്ടോ. പിന്നെ വീട്ടിലെ ജോലിയും എല്ലാം ഒതുക്കിയിട്ട് ഞാനും ഇളയ മോളും കൂടിയാണ് മെറ്റീരിയൽ എടുക്കാനായിട്ട് പോണത്. വീട്ടിൽ നിന്നൊരു 3-4 മിനിറ്റിൻ്റെ ദൂരം ഉണ്ട് കേട്ടോ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കാനായിട്ട്. ഞങ്ങളുടെ സ്ഥലം എന്ന് പറയണത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല പാണാവള്ളി എന്നൊരു ഗ്രാമപ്രദേശമാണ്. ഞങ്ങളുടേത് ആലപ്പുഴ ജില്ല തന്നെയാണെന്നുണ്ടെങ്കിലും ആലപ്പുഴ ജില്ലയുടെ തുടക്കം അരൂര് കഴിഞ്ഞിട്ടുള്ളൊരു പ്രദേശമാണ് കേട്ടോ ഞങ്ങളുടേത്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിനും എന്തെങ്കിലും മെറ്റീരിയൽ എടുക്കാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഞങ്ങൾ കൂടുതൽ പോണത് എറണാകുളത്തേക്കാണ്. പിന്നെ ഞങ്ങളുടെ ഇവിടെ നിന്ന് തന്നെ നേരിട്ട് എറണാകുളത്തേക്ക് പോകാനായിട്ട് ബസ് ഉണ്ടെങ്കിൽ കൂടി തന്നെ അത് ഓരോ സമയത്തുള്ളത് കൊണ്ടിട്ട് ഒന്നല്ലെങ്കിൽ അരൂർ അല്ലെങ്കിൽ വൈറ്റില ഹബ്ബിൽ വൈറ്റിലയിൽ ചെന്നിട്ട് വേണം എറണാകുളത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ അരൂർ ചെന്നിറങ്ങിയിട്ടാണ് എറണാകുളത്തേക്ക് പോയത്. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കുറച്ച് ഫ്രോക്ക് മോഡൽ നൈറ്റിയുടെ വീഡിയോ ഒക്കെ ഇട്ടത് കൊണ്ടിട്ട് കുറച്ച് നൈറ്റിയുടെയും ഫ്രോക്ക് മോഡൽ നൈറ്റിക്കൊക്കെ കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബൾക്ക് മെറ്റീരിയൽ എടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ഞാൻ നൈറ്റി പീസാണ് കേട്ടോ നോക്കിയത്. അപ്പോൾ അത് എടുക്കാനായിട്ട് ആദ്യം ഞങ്ങൾ കയറിയത് ഭഗവതി സിൽക്സിലാണേ. ആ ഒരു കടയിൽ നമ്മൾ കയറി ചെല്ലണ ഭാഗത്ത് തന്നെയാണ് ഇതുപോലെ നൈറ്റിയുടെ സെക്ഷനുള്ളത്. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് നമ്മൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ഓരോ ഡിസൈനൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഒറ്റ പ്രിൻറ്റിൽ തന്നെ വരുന്ന മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ച് ചുരിദാറിൻ്റെ ടോപ്പ് അതല്ലെന്നുണ്ടെങ്കിൽ ഫ്രോക്ക് മോഡൽ നൈറ്റിയൊക്കെ തയ്ക്കാനായിട്ട് കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൂടുതലും നോക്കിയെടുത്തത്. ആ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 1:30 മണിയൊക്കെ ആയതുകൊണ്ടിട്ട് ഞങ്ങൾ പിന്നെ ഊണൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അടുത്ത കടയിലോട്ട് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറിയത് രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസിലായിരുന്നേ. റീറ്റെയിലായിട്ട് വരുന്ന പീസെല്ലാം ഞാൻ സ്ഥിരം ഇവിടെ തന്നെയായിട്ട് എടുക്കാറുള്ളത്. അത്യാവശ്യം തിരക്ക് ഉച്ച കഴിഞ്ഞ സമയമായതുകൊണ്ടിട്ട് അത്യാവശ്യം തിരക്കൊക്കെ കടയിലുണ്ടായിരുന്നേ. ഹോൾസെയിലായിട്ട് വരുന്ന ഐറ്റംസ് എല്ലാം ഞാനൊരു പാരാമൗണ്ട് എന്നും പറഞ്ഞൊരു ഹോൾസെയിൽ കടയിൽ നിന്നാണ് എപ്പോഴും എടുക്കാറുള്ളത്. നമുക്ക് അവിടെ നിന്ന് മെറ്റീരിയൽ എടുക്കുമ്പോഴേക്കും വീഡിയോ എടുക്കാനായിട്ട് അവർ സമ്മതിക്കൂല കേട്ടോ. നമുക്കിപ്പോൾ കസ്റ്റമർക്ക് എന്തെങ്കിലും പിക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാം. അതല്ലാതെ വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കാത്തത് കൊണ്ടിട്ട് ആ മെറ്റീരിയലൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ അതിനുശേഷം ഞങ്ങൾ ന്യൂ സൂര്യ ലൈ സെൻറ്റർ എന്ന് പറഞ്ഞൊരു നൂലൊക്കെ വാങ്ങിക്കുന്ന ഒരു കടയിലേക്കാണ് പോയത്. നമ്മൾ സ്ഥിരം അവിടെ നിന്ന് തന്നെയാണ് എല്ലാം എടുക്കാറുള്ളത് കേട്ടോ. ശരിക്കും ഈ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ്ങിനും പിന്നെ അതുപോലെ ക്രാഫ്റ്റ് പോലെയുള്ള ഐറ്റംസിനെല്ലാം ശരിക്കും പറഞ്ഞാൽ വേറൊരു കട തിരക്കി പോകേണ്ടി വരാറില്ല. നമുക്ക് ആ ഒരു ഐറ്റംസ് എല്ലാം ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ഈ ലേസിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഭാഗം മുഴുവനും വീതി കുറഞ്ഞതും വീതി കൂടിയതൊക്കെ ആയിട്ടുള്ള എല്ലാ ലേസും പിന്നെ അതുപോലെ ബീഡ്സ്, കട്ട് ബീഡ്സ്, പിന്നെ സ്റ്റോൺസ്, അങ്ങനെയുള്ള സീക്വൻസ് എല്ലാ ഐറ്റംസും ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുമേ. ഇപ്രാവശ്യം പോയപ്പോഴേക്കും ഏറ്റവും കൂടുതൽ എടുക്കേണ്ടി വന്നത് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള നൂല് പിന്നെ എംബ്രോയ്ഡറിയുടെ നൂലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ബീഡ്, സ്വീക്കൻസ് അങ്ങനെയുള്ള ചെറിയ ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്ക് ഏകദേശം ഒരു വൈകുന്നേരം 5 മണിയോടുകൂടിയൊക്കെ. അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങിൽ എന്തൊക്കെയാണ് എടുത്തതെന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചു തരാവേ. ഇത്രയും നൈറ്റി മെറ്റീരിയൽസാണ് ഞാൻ അവിടെ നിന്ന് എടുത്തിരുന്നത് വെച്ചത്. പിന്നെ അതുകൂടാതെ തന്നെ രാധാകൃഷ്ണൻ എന്നെടുത്ത മുറിച്ച് മേടിച്ച മെറ്റീരിയൽസാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കോട്ടൻ്റെ മെറ്റീരിയലും കൂടിയൊക്കെ ഉണ്ടായിരുന്നേ. അത് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല. പിന്നെ ഇതുപോലെ മെറ്റീരിയൽ എടുക്കാൻ പോണ സമയത്ത് നല്ല എന്തെങ്കിലും പ്രിൻ്റൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും കൂടിയൊക്കെ എടുത്തുകൊണ്ട് പോരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തതാണ് അപ്പോൾ ലാസ്റ്റ് കാണിച്ച 2 പീസ്. പിന്നെ പാരാമൗണ്ട് എന്നുള്ള ഹോൾസെയിൽ കടയിൽ നിന്ന് എടുത്ത മെറ്റീരിയൽസാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾക്ക് ആ ഒരു കടയിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 11 മീറ്ററിലേ അവർ നമുക്ക് മെറ്റീരിയൽ തരുള്ളൂ. അതേപോലെ ക്രേപ്പിൻ്റെ മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിലും ബൾക്കായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് 2-3 കളർ വേണ്ടത് കൊണ്ടിട്ട് ഞാൻ അതിന് മാത്രമായിട്ടുള്ളത് ഹോൾസെയിലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ.
സ്റ്റിച്ചിങ് ഐറ്റംസിൻ്റെ കൂടെ തന്നെ ഞാനൊരു ബീഡ് പഞ്ചിങ് മെഷീനും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് വരുന്ന ഈ എംബ്രോയ്ഡറിയിൽ അതല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഉടുപ്പൊക്കെ ചെയ്യുമ്പോഴേക്കും ബീഡ് വർക്കൊക്കെ അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരെണ്ണം എടുത്തത്. ഈ ഒരു ബീഡാണ് നമ്മൾ ആ ഒരു പഞ്ചിങ് മെഷീനിൽ വെച്ച് ഉപയോഗിക്കണത്. രണ്ട് സൈഡിലും ഹോളില്ലാത്ത ടൈപ്പിലുള്ള ഒരു ബീഡാണ് കേട്ടോ ഇത്. പിന്നെ അതുകൂടാതെ തന്നെ ബ്ലൗസിന് വെക്കാൻ പറ്റിയ 30 സൈസിൻ്റെ വരണ കപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഒരു പീസിന്, അതായത് ഒരു സെറ്റിന് വരണത് 18 രൂപയായിട്ടാണ് വരണത്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ബാഗിനൊക്കെ വെക്കാം, നമുക്ക് ബാഗൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു ബാഗിൽ നമ്മൾ അത് സിബൊന്നും ഇല്ലാതെ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇനി ചെയ്യുമ്പോഴേക്കും സിബൊക്കെ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് 2 സിബ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുകൂടാതെ നമ്മുടെ മെഷർമെൻറ്റ് ടേപ്പ്, ഹെമ്മിങ് സൂചി, പിന്നെ വീതി കുറഞ്ഞ ചെറിയ ലേസ്, ഇത്ര ഐറ്റംസാണ് ഞാൻ ഇപ്രാവശ്യം പോയപ്പോഴേക്കും എടുത്തുകൊണ്ട് വന്നത്. പിന്നെ ഇതിൽ പറയാൻ വിട്ടുപോയൊരു ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ സ്റ്റിച്ചിങ് ത്രെഡുകളാണ്. അപ്പോൾ അത് നമുക്കത് ഇവിടുന്ന് ബോക്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പീസ് വേണമെന്ന് വെച്ചാൽ ഓരോ പീസ് ആ ഒരു ഇതിൽ നമുക്ക് എടുക്കാവുന്നതാട്ടോ. അപ്പം ഞാനത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഇവിടെയുള്ള കടകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പീസിന് 5 രൂപ ഒരു റേറ്റൊക്കെയല്ലേ വരണത്. അപ്പോൾ സ്റ്റിച്ചിങ് ത്രെഡ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് കൂടി അറിയിക്കാനും മറക്കരുതേ.